കർക്കിടക മാസത്തിലെ കറുത്ത വാവ് പിതൃക്കൾക്കായി ഒരു ദിനം. മുകളിൽ വരത്തക്കമാറ് മുകളിൽ നിന്ന് താഴോട്ട് വെക്കാം. നാരായണ നാരായണ ചൊല്ലി വസ്ത്രം കൊടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ വെച്ച് എള്ളും പൂവും ചന്ദനവും കൂടെ കയ്യിലെടുക്കുക. ആറാട്ടുകടവ് ചാനൽ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇളവണ്ണൂർ ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ്. കർക്കിടക മാസത്തിലെ കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിവസമാണ് കർക്കിടകവാവ് എന്ന പേരിൽ ആചരിക്കുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇളവണ്ണൂർ LPS ജംഗ്ഷനിലെ കടവിൽ എല്ലാ ചടങ്ങുകളോടെയുമാണ് ബലിതർപ്പണം നടത്തപ്പെട്ടത്. സുഹൃതാചാര്യ ബ്രഹ്മശ്രീ മംഗലം വി കൃഷ്ണകുമാർ മുഖ്യ ആചാര്യനായി നടത്തപ്പെട്ട ഈ ബലിതർപ്പണ ചടങ്ങിൽ 2000-ലേറെ ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ജനാർദ്ദന വാസുദേവ പ്രിയദാ നമ ഓം നമോ നാരായണായ. കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ചു മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്സരം എള്ളും പൂവും ചന്ദനവും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ബലിതർപ്പണം നടത്തപ്പെട്ടു. വിഷ്ണോർ ആദ്യ ബ്രഹ്മണോ അഗ്നി ദ്വിതീയ പരാർത്ഥേ ശ്രീ ശ്വേത വരാഹ കൽപ്പേ വൈവസ്വത മന്യന്ധരേ. കർക്കിടക അമാവാസി ദിനത്തിൽ ദേവന്മാരുടെ മധ്യാഹ്ന വേളയോടൊപ്പം പിതൃക്കളുടെ മധ്യാഹ്ന വേളയും ഒത്തുചേരുന്നു. രണ്ടു കൂട്ടരും ഭക്ഷണ സ്വീകരണത്തിന് സജ്ജരായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരേ ഒരു ദിവസമാണ് കർക്കിടക അമാവാസി. അതിനാൽ പിതൃബലി ദേവ സാന്നിധ്യത്തോടെ നടത്താൻ ഇത്രയും ഉത്തമമായ സമയം വേറെയില്ല എന്നാണ് പറയപ്പെടുന്നത്. കടവിലെ ബലിച്ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പിതൃപൂജയും തിലകഹവനവും ബ്രഹ്മശ്രീ വിനോദൻ പോറ്റി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഈ ചടങ്ങിലും 1000-ലേറെ ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. വിഷ്ണു സഹസ്രനാമ ജപത്താലും നാരായണ മന്ത്രങ്ങളാലും ക്ഷേത്രത്തിലെ പിതൃപൂജ ചടങ്ങുകൾ ഭംഗിയായി നടത്തപ്പെട്ടു.
തുടർന്ന് നടന്ന പ്രസാദ വിതരണത്തോടെയും അന്നദാനത്തോടും കൂടി ഈ വർഷത്തെ കർക്കിടകവാവ് ബലിക്ക് പരിസമാപ്തിയായി. എല്ലാ മലയാള മാസത്തിലെയും കറുത്ത വാവിന് ക്ഷേത്രസന്നിധിയിൽ പിതൃപൂജ നടത്തപ്പെടുന്നതാണ്. ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഇളമണ്ണൂർ ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ സന്ദർശിക്കാവുന്നതാണ്.